എല്ലാവർക്കും നമസ്കാരം. വേദ വിത്ത് ഹരിയിലേക്ക് സ്വാഗതം. ഈശ്വരാധീനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ആ ഈശ്വരാധീനം നമ്മളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്ര ദർശനങ്ങളും ധ്യാനങ്ങളും ധ്യാന ശ്ലോകങ്ങളും കീർത്തനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അപജയങ്ങളൊക്കെ മാറി ജയത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഈ ഈശ്വരാധീനം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് മാത്രം ലഭിക്കുന്ന ഒന്നല്ല, അന്തഃശുദ്ധി, അതായത് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒന്നാണ് ഈശ്വരാധീനം. ഉപദ്രവ ചിന്തയില്ലാതെ ക്ഷേത്രത്തിൽ പോയി ഏത് മൂർത്തിയാണോ ആ മൂർത്തിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മളിൽ ഈശ്വരാധീനം എന്നും നിലനിൽക്കും. ആ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നമുക്ക് വരുന്നതായ ശത്രുശുദ്ര ആഭിചാര ദോഷങ്ങളൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നാണ്. അപ്പോൾ എല്ലാവരും എല്ലാ കാലവും ദൈവാധീനം നമ്മളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ക്ഷേത്രത്തിൽ പോയി നടത്തുക. കാര്യസാധ്യമൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എനിക്ക് ഭഗവാന്റെ അനുഗ്രഹവും ഈശ്വരാധീനവും ഉണ്ടാവണേ എന്ന് മാത്രം പറയുക. ബാക്കിയെല്ലാം നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് വരുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഈ ഒരാഴ്ചത്തെ നക്ഷത്രഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തിക കാലും ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരാഴ്ചക്കാലം പൊതുവെ ഗുണപരമായിരിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനൊക്കെയുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഗൃഹനിർമ്മാണത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അവർക്ക് സംജാതമാകും. ഗൃഹ അന്തരീക്ഷം പൊതുവെ സന്തോഷപൂർണ്ണമായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നേട്ടങ്ങൾ കൈവരിക്കുന്നതായ സമയമാണ്. വിദേശ യാത്രകളൊക്കെ ചെയ്യുന്നതിനും അല്ലെങ്കിൽ വിദേശത്ത് ജോലികളിലൊക്കെ ഏർപ്പെടുന്നവരും ഈ ആഴ്ചക്കാലം ഒന്ന് ശ്രദ്ധിക്കുന്നത്, ജോലി സ്ഥാനത്ത് പ്രശ്നങ്ങൾ വരാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങൾ വളരെ അടുക്കും ചിറ്റോടും കൂടി മുന്നോട്ട് പോവുക. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് പല വിധത്തിലുള്ള ഗുണങ്ങൾ നേടിത്തരും. എങ്കിലും 12ാം ഭാവത്തിലെ ശനി പല വിധത്തിലുള്ള പ്രയാസങ്ങളും നേരിട്ടേക്കാം. വിശേഷമായിട്ട് ഈ ഒരാഴ്ചക്കാലം ഇവരെ സംബന്ധിച്ച് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സംസാരം, വാക്കുകൾ കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപവും എടുത്തുചാട്ടവും ഒഴിവാക്കുക. അനാവശ്യമായിട്ടുള്ള ധനച്ചിലവ് ഒഴിവാക്കാനും ഈ ഒരാഴ്ചക്കാലം ഇവർ ശ്രദ്ധിക്കുക. ഇവരുടെ ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയുന്നതിന് വേണ്ടിയിട്ട് ഇവർ ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും കടുംപായസ നിവേദ്യം നടത്തുന്നതും ഈ ഒരാഴ്ചത്തെ ദോഷം മാറാനായിട്ട് ഏറെ ഉപകരിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രത്തിൽ മുക്കാലും രോഹിണിയും മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതിയും ചേരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഏറെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ് ഈ ഒരാഴ്ചക്കാലം. കണ്ടകശനി രശനി ദോഷങ്ങളൊന്നും ഇല്ലെങ്കിലും വ്യാഴത്തിൻ്റെ മാറ്റം 3ാം ഭാവത്തിലേക്ക് വരുന്നത് പല വിധത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നേരിടും. എങ്കിലും ഈ ഒരാഴ്ചക്കാലം ഇവരെ സംബന്ധിച്ച് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആത്മവിശ്വാസം, അത് കാത്തു സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പല കാര്യത്തിനും ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ ഇവരുടെ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഈ ഒരാഴ്ചക്കാല അനുഭവത്തിൽ വരാം. നമ്മൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ സംരംഭങ്ങളോ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കുന്നതിന് ഒരു ആത്മവിശ്വാസക്കുറവ് നമ്മളെ നന്നായിട്ട് ബാധിക്കാം. അപ്പോൾ അതൊന്ന് മാറ്റിവെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നൊക്കെ സഹായം ലഭിക്കാതിരിക്കുന്നതിനുള്ളൊരു കാരണം കൂടി കാണിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു പ്രതീക്ഷയോടുകൂടി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വയ്ക്കുമ്പോൾ പ്രതീക്ഷിച്ച സ്ഥലത്തുനിന്ന് പ്രതീക്ഷിച്ച രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളോ മറ്റ് സഹായങ്ങളോ ഒന്നും ലഭിക്കാതെ വരാം. അത് മനസ്സിനേറെ പ്രയാസം നേരിടുന്ന ഒരു കാര്യമായിട്ട് അനുഭവത്തിൽ വന്നേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയതിന് ശേഷം മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുകളിലൊക്കെ ഏർപ്പെടുന്നവർ ഈ ഒരാഴ്ചക്കാലം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള ധനനഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. IT മേഖലയും ആരോഗ്യ മേഖലയും ബാങ്കിങ് മേഖലയായിട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണപരമായിട്ടിരുന്ന ഒരു സമയമാണ്. സ്ഥാനമാറ്റം വരുന്നതോടുകൂടി പുതിയ ജോലി സ്ഥലത്തേക്കൊക്കെ ശ്രമിക്കുന്നതിനൊക്കെയുള്ള യോഗങ്ങൾ ഈ ഒരാഴ്ചക്കാലം നല്ലതായിട്ട് തന്നെ ഇവർക്ക് അനുഭവത്തിൽ വരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ ക്ലേശകരമായിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പ്രധാനമായിട്ട് ഈ ഒരാഴ്ചക്കാലം ആരോഗ്യ കാര്യങ്ങൾ ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിച്ചേക്കുക. ഈ നക്ഷത്രത്തിൽപ്പെടുന്ന എല്ലാ ആൾക്കാരും ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തം ആരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക. മറ്റുള്ളവർ നിർബന്ധിച്ചിട്ട് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് നിൽക്കരുത്. വൈദ്യസഹായം തേടേണ്ട സമയത്ത് കൃത്യമായിട്ട് വൈദ്യസഹായം തേടാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പകുതിയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ഗൃഹാന്തരീക്ഷം പൊതുവെ സന്തോഷപൂർണ്ണമായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും
സ്വയം തൊഴിലുകളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. ശില്പനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടോ ഫാഷൻ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് സംജാതമാകുന്നത്. അതുപോലെ തന്നെ IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും ഗുണകരമായിട്ടുള്ള സാഹചര്യമാണ് ഈ വരാൻ പോകുന്നത്. കർഷകരെ സംബന്ധിച്ച് പ്രത്യേകം ഈ ആഴ്ചക്കാലം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ വിളവുകളൊക്കെ തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ വിളവുകളൊക്കെ എടുക്കുന്നതിനോ അപാരമായിട്ടുള്ള നഷ്ടം വന്നു ചേരാനുള്ള സാധ്യത പറയുന്നുണ്ട്. കൃഷിനാശത്തിനുള്ള സാഹചര്യവും വന്നു ചേരും. അതുകൊണ്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട്. കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വരാൻ പോകുന്നതായ ധനനഷ്ടത്തെ കുറയ്ക്കാനായിട്ട് ഉപകരിക്കും. 2ാം ഭാവത്തിലേക്കുള്ള വ്യാഴമാറ്റം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ അനുകൂലമാണ്. വിവാഹാദി കാര്യങ്ങൾ തടസ്സം നേരിടുന്നവർക്കൊക്കെ ആ തടസ്സം മാറിക്കൊണ്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഈ ഒരാഴ്ചക്കാലം വന്നു ചേരും. വാഹന ഗൃഹ ഗുണങ്ങളും ഗൃഹ അന്തരീക്ഷം സമാധാനപൂർണ്ണമായിരിക്കും. സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുന്നതിനും പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനുള്ള യോഗവും ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് ഗണപതി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഏറെ വിശേഷ ഗുണഫലത്തെ നൽകുന്നതായിരിക്കും. പുണർതത്തിക്കാലും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രയത്നിക്കേണ്ടതായ സമയമാണ്. അതായത് അവർ പ്രയത്നിക്കുന്നതിനൊക്കെ ഫലം കണ്ടുവരുന്നതിനും ഭൂമി വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കച്ചവട വ്യാപാരങ്ങളൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. ആ സമയത്തെ കഴിയാവുന്നതും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നത് പിന്നീട് വരുന്നതായ ഗുണഫലത്തെ ഇവർക്ക് നേടിത്തരും. അതുപോലെ തന്നെ സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി സാമ്പത്തിക പുരോഗതിക്കുള്ള യോഗങ്ങൾക്കും അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. കഴിയാവുന്നതും ഭാഗ്യക്കുറികളൊക്കെ എടുക്കാനായിട്ട് ഈ നക്ഷത്രക്കാർ ശ്രമിക്കുന്നതും ഇല്ല അതുവഴി സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുള്ള യോഗങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം കാണിക്കുന്നുണ്ട്. പൊതുവെ ആരോഗ്യകാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. ഗൃഹസ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും ഭൂമിയുടെ സ്വത്തിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പഞ്ചാമൃത നിവേദ്യം നടത്തുന്നതും പനിനീരഭിഷേകം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. മകം, പൂരം, ഉത്രത്തിക്കാലും ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. ഏറ്റവും പ്രധാനമായിട്ട് സാമ്പത്തിക കാര്യങ്ങൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. വരവ് ചെലവുകളൊക്കെ എഴുതി സൂക്ഷിക്കാനായിട്ട് തന്നെ ഇവർ ശ്രമിക്കേണ്ടതാണ്. കാരണം മുൻ ദിവസങ്ങളെയോ മാസങ്ങളെയൊക്കെ അപേക്ഷിച്ച് ധനനഷ്ടം ഇവരെ മാനസികമായിട്ട് ശരിക്ക് ബാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സാമ്പത്തികത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരും. അപ്രതീക്ഷിതമായ സമ്മാനങ്ങളൊക്കെ ആർക്കും കൊടുക്കാതിരിക്കാനായിട്ട് ഈ ഒരാഴ്ചക്കാലം ശ്രദ്ധിച്ചു പോവുക. കാരണം നമ്മളങ്ങനെ അപ്രതീക്ഷിതമായ സമ്മാനം കൊടുക്കുന്നത് നമുക്ക് തന്നെ ഏറെ മാനസിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇടയാക്കും. അതുകൊണ്ട് ഈ ഒരാഴ്ചക്കാലം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുക. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ സാമ്പത്തികം കടം വാങ്ങാവുള്ളൂ. മറ്റ് ആഗ്രഹങ്ങളുടെ സാധീകരണത്തിന് വേണ്ടിയിട്ട് സാമ്പത്തിക ബാധ്യതകളൊന്നും എടുത്തു വയ്ക്കാതിരിക്കാനോ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പൈസ ചിലവാക്കാതിരിക്കാനോ ഈ ഒരു ആഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ പല്ല് സംബന്ധമായിട്ടോ ഉദര സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളൊന്നും നിയന്ത്രിച്ചു പോകുന്നതും വളരെ ഗുണകരമായിരിക്കും. ഇവരെ സംബന്ധിച്ച് കഴിയാവുന്നതും ഗണപതി ക്ഷേത്ര ദർശനം, പുണ്യക്ഷേത്ര സങ്കേതങ്ങളൊക്കെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിരത്തിൽ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഏറെ പ്രയോജനമുള്ള ഒരാഴ്ചക്കാലമാണിത്. സാമ്പത്തികങ്ങൾ വന്നു ചേരുന്നതിനും കുടുംബത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറുന്നതിനുള്ള യോഗങ്ങൾ ഈ ഒരാഴ്ചക്കാലവും ഇവർക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദൂരദേശ യാത്രകളൊക്കെ ചെയ്യുന്നതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. പുണ്യക്ഷേത്രങ്ങളൊക്കെ ദർശിക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ഇവർക്ക് സാമ്പത്തികപരമായിട്ട് മുൻ ദിവസങ്ങളെയോ മാസങ്ങളെയോ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ധനം ലാഭത്തെ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും 7ാം ഭാവത്ത് കണ്ടകശനി നിൽക്കുന്നത് കൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മാതാപിതാക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരും കഴിയാവുന്നതും ഈ ഒരാഴ്ചക്കാലം ഭാഗ്യക്കുറികളൊക്കെ എടുക്കുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് സാധുജനങ്ങൾക്ക് അന്നം നൽകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇപ്പം അനാഥാലയങ്ങളിലോ ക്ഷേത്രങ്ങളിലൊക്കെയോ അന്നദാനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഈ ഒരാഴ്ച ഏറ്റവും ഗുണഫലത്തെ നൽകുന്നതായിരിക്കും. ചിത്തിരത്തിരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിരിക്കുന്ന സമയം തന്നെയാണ് ഈ ഒരാഴ്ചക്കാലം. എന്നിരുന്നാലും ഗൃഹ അന്തരീക്ഷം പ്രധാനമായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഗൃഹസ്ഥാനത്ത് കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനും
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂല സമയമാണ്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്രതീക്ഷിതമായ ധനനഷ്ടം വരാതിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അന്യദേശത്ത് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്നവർക്കോ വിദ്യ ചെയ്യുന്നവരൊക്കെ സംബന്ധിച്ചും ഈ ഒരു ആഴ്ചക്കാലം ഗുണഫലം തന്നെയായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള യോഗങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാലും ഇവരുടെ ഒരു മടി ആലസ്യതയൊക്കെ ഒന്ന് മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്ത് ചിന്തിക്കും എന്ന ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കൊണ്ടൊന്ന് പ്രവർത്തിക്കുന്നതും ഈ ഒരു ആഴ്ചക്കാലം ഇവർക്ക് ഗുണഫലത്തെ നൽകുന്നതാണ്. കഴിയാവുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. വിശാഖക്കാലും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ചൊക്കെ നമ്മുടെ സ്വയം അഹങ്കാരം അല്ലെങ്കിൽ ഗർവ് എന്നൊക്കെ പറയുന്ന ഒന്ന് കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും എന്ന് പറയുന്ന ഒരു ചിന്ത ഇവരുടെ മനസ്സിലേക്ക് കടന്നുകൂടാനുള്ളൊരു സാഹചര്യം ഈ ഒരാഴ്ചക്കാലം പറയുന്നുണ്ട്. പൊതുവേ ഈ നക്ഷത്രക്കാർ മറ്റുള്ളവർ പറയുന്നത് അത്ര വകവെക്കാറുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആ സ്വഭാവവിശേഷണത്തെ ഈ ഒരാഴ്ചക്കാലം മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗൃഹ അന്തരീക്ഷത്തിൽ കുടുംബാംഗങ്ങളുമായിട്ടൊന്നും അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സാമ്പത്തിക കാര്യങ്ങളുടെ കണക്ക് സൂക്ഷിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. നമ്മൾ കൊടുക്കുന്ന സഹായങ്ങൾക്കൊക്കെ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതായ ഒരു തിരിച്ചു മറുപടിയായിരിക്കും നമുക്ക് പലപ്പോഴും ലഭിക്കുക. അതുകൊണ്ട് തന്നെ സ്വന്തം മാതാവിനും പിതാവിനും കൊടുക്കുന്നത് പോലും ഒന്ന് നമ്മളൊന്ന് കുറിച്ച് വയ്ക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അധികം സുഹൃത്തുക്കളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊന്നും വരാതിരിക്കാനും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. സുഹൃത്തുക്കൾ വേണ്ട എന്നല്ല, കൂടുതൽ സമയം സുഹൃത്തുക്കളുമായി ചിലവഴിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് നിൽക്കുക. അത് നമുക്ക് പിന്നീട് വരുന്ന അപവാദങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവായി നിൽക്കാനായിട്ട് ഉപകരിക്കുന്നതാണ്. കഴിയാവുന്നതും സ്വന്തം ഗൃഹത്തിൽ തന്നെ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ ഗൃഹങ്ങളിലൊക്കെ പോയി നിൽക്കുന്നതും പലവിധത്തിലുള്ള ക്ലേശങ്ങൾക്കൊക്കെ ഇട നൽകുന്നതാണ്. ഇവരെ സംബന്ധിച്ച് ദോഷഫലങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും കുങ്കുമാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാൽ ഉൾപ്പെടുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയം തന്നെയാണ്. പുതിയ ഗൃഹങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് പറ്റിയ സാഹചര്യങ്ങളും ഭൂമിയുടെ ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റിയ സമയം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 4-ാം ഭാവത്ത് ശനി നിൽക്കുന്നതിന് തന്നെ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ കഴിയാവുന്ന രാത്രികാല യാത്രകളും ദൂരദേശ യാത്രകളൊക്കെ കഴിയാവുന്ന ഒഴിവാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലി സംബന്ധമായിട്ട് വളരെ അത്യാവശ്യമായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത യാത്രകൾ മാത്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഈ ഒരാഴ്ചക്കാലത്തേക്ക് കഴിയാവുന്ന രാത്രികാല യാത്രകളും ദൂരദേശ യാത്രകളൊക്കെ നമുക്ക് പലവിധത്തിലുള്ള കേസുകളോ തർക്കങ്ങളോ അപവാദങ്ങൾക്കൊക്കെ ഇട നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊന്ന് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്തൊക്കെ അഭിവൃദ്ധി വരുന്നതായ സമയം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് പലവിധത്തിലുള്ള മനോപീഡതകളും നൽകുന്നുണ്ട്. അഷ്ടമത്തിലേക്ക് രാശി മാറി വ്യാഴം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈശ്വരാധീനത്തിനായിട്ട് എപ്പോഴും ശ്രീകൃഷ്ണ സ്വാമി ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഗുരുവായൂർ പോലുള്ള പുണ്യക്ഷേത്രങ്ങൾ ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും കൂടി ഈ ഒരാഴ്ചക്കാലം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പൊതുവെ ഗൃഹ അന്തരീക്ഷത്തൊക്കെ സമാധാനപൂർണ്ണമായിട്ട് തന്നെ മുന്നോട്ട് പോകും. സാമ്പത്തിക കാര്യങ്ങളൊക്കെ ക്ലേശമില്ലാത്ത രീതിയിൽ തന്നെ പോകുന്നതാണ്. എങ്കിലും അനാവശ്യമായിട്ട് വരുന്ന ചിലവുകളൊക്കെ നിയന്ത്രിക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചു പോവുക. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തറ ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഏറെ നാളായി നിലനിന്നിരുന്ന വിവാഹ തടസ്സങ്ങളൊക്കെ മാറി ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് മുൻകൈ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അന്യദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായ സാഹചര്യം തന്നെയാണ് വരാൻ പോകുന്നതും. വിദേശ ജോലികളിലൊക്കെ തടസ്സം നേരിടുന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ നീങ്ങി വിദേശത്ത് ജോലികളൊക്കെ ലഭിക്കുന്നതിനും ആ ജോലി വഴി നമുക്ക് മനസ്സന്തോഷവും സാമ്പത്തിക ഭദ്രതയൊക്കെ കൈവരുന്നതിനുള്ള യോഗങ്ങൾ കാണിക്കുന്നുണ്ട്. ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ മാറി ഒരുമിച്ച് കഴിയുന്നതിനും കുടുംബത്തിൽ സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് കാണിക്കുന്നുണ്ട്. എങ്കിലും പലപ്പോഴും ഇവരുടെ മനസ്സിൽ വരുന്ന നിരീശ്വരവാദമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. എല്ലാ കാര്യത്തിനും തർക്കിക്കുന്ന സ്വഭാവവിശേഷവും ഒന്ന് മാറ്റിവെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇതെല്ലാം കിട്ടുന്നത്.
ഭാഗ്യത്തിന് ഭഗവാന്റെ അനുഗ്രഹവും കൂടി വേണം എന്നൊരു ചിന്ത കൂടി മനസ്സിലേക്ക് വന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ഗുണഫലത്തിന് വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്ര പുഷ്പാഞ്ജലിയും കൂട്ടുപായസവും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരാഴ്ചക്കാലം പൊതുവെ ഇവർ വാക്കുകൾ കൊണ്ട് വഴക്കുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാര രീതി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഗൃഹസ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങൾക്കൊക്കെ ഇട നൽകും. അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ടതാണ്. കൃഷിക്ക് നഷ്ടം വരാതിരിക്കാനായിട്ട് കൂടി ശ്രമിച്ച് മുന്നോട്ട് പോവുക. സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഗൃഹസ്ഥാനത്ത് പൊതുവെ ഗൃഹത്തിന് എന്തെങ്കിലും കേടുപാടുകൾ വന്നു ഭവിക്കുന്നതിനുള്ള ഒരു ക്ലേശം കൂടി കാണിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വീടിന് വേണ്ടിയിട്ട് അധികം ധനം ചെലവഴിക്കാതിരിക്കാനായിട്ട് ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വീട് പണിയൊക്കെ നടക്കുന്നവരാണെങ്കിൽ കഴിയാവുന്നത് ഈ ഒരാഴ്ചക്കാലത്തേക്ക് പുതിയ നിർമ്മാണ രീതികളോ പുതിയ നിർമ്മാണങ്ങളൊക്കെ തുടങ്ങി വെക്കാതിരിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് ദോഷങ്ങൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം അയ്യപ്പസ്വാമിക്ക് എള്ള് നിവേദ്യവും എള്ളുകിരി തെളിക്കുന്നത് എള്ളു നിവേദ്യം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. പൂരുരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഒരു ശ്രദ്ധിക്കേണ്ടതായ ഒരാഴ്ചക്കാലം തന്നെയാണ്. അതും ആരോഗ്യകാര്യങ്ങളും വാഹനങ്ങളിൽ നിന്നുള്ള ക്ലേശങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വിശേഷിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ സന്താനങ്ങൾ, ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ അവരുടെ സന്താനങ്ങളെ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സന്താനങ്ങൾക്ക് വരുന്നതായ അപകടങ്ങളോ വയ്യാഴികളൊക്കെ പലപ്പോഴും മനസ്സിന് ക്ലേശമായിട്ട് വന്നേക്കാം. അതുപോലെ സന്താനങ്ങളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കുടുംബത്തിൽ ഐക്യം കൊണ്ടുവരാനായിട്ട് നമ്മൾ മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടതാണ്. പലപ്പോഴും കുടുംബസ്ഥാനത്തതായ പ്രശ്നങ്ങൾ നമ്മുടെ ഉറക്കത്തിനെ പോലും കളയുന്നതായ യോഗങ്ങളും മനസ്സിന് ക്ലേശങ്ങളൊക്കെ വരുത്തി വയ്ക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുക. കഴിയാവുന്നതും ജീവിത പങ്കാളിയുമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു കാര്യങ്ങളും മറച്ചു വയ്ക്കാതിരിക്കാനും ഈ നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് ഭദ്രകാളി ദേവിക്ക് ചൊവ്വാഴ്ച ദിവസം കുരുതി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. എല്ലാ നക്ഷത്രക്കാർക്കും ശുഭഫലത്തെ നൽകട്ടെ എന്ന് മൂകാംബികാ ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.